പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് കിരാന ഹിൽസ്. നമ്മൾ കേട്ടു, ഇടയ്ക്ക് അത് വാർത്തയിൽ വന്നു, പിന്നെ അപ്രത്യക്ഷമായി. ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അല്ല, കിരാന ഹിൽസ് എന്ന് കേട്ടതല്ലല്ലോ വാർത്തയായത്. അല്ല, അവിടെ അവരുടെ ന്യൂക്ലിയർ ആയുധ ശേഖരമുണ്ടായിരുന്നു. ബ്രഹ്മോസ് മിസൈൽ കൊണ്ട് സർഗോദ എന്ന് പറയുന്ന സ്ഥലത്തെ അവരുടെ ആർമി ഇൻസ്റ്റലേഷൻ, സൈനിക ഇൻസ്റ്റലേഷൻ നമ്മൾ ആക്രമിച്ചു. അവിടെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസ് തകർന്നു, റേഡിയേഷൻസ് ഉണ്ടായി. അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ന്യൂക്ലിയർ സ്നിപ്പർ എന്ന് പറയുന്ന വിമാനം അവിടെ വന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ. ആ വാർത്ത ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടു. അതിനുശേഷം മറ്റൊരു വാർത്ത വന്നു, ഈജിപ്തിൻ്റെ ഒരു കൂറ്റൻ മിലിറ്ററി ചരക്ക് വിമാനം പാകിസ്ഥാനിലെത്തി എന്ന് പറഞ്ഞാൽ ആ വിമാനത്തിൽ നിറയെ നൈൽ നദീ തീരത്തുള്ള മണ്ണ് കൊണ്ടാണ് വന്നത്. ഈ നൈൽ നദീ തീരത്തെ മണ്ണിൽ വലിയ തോതിൽ ബോറോൺ എന്ന് പറയുന്ന മൂലകമുണ്ട്. ആറ്റോമിക പട്ടികയിൽ 5ാം സ്ഥാനമുള്ള മൂലകമാണ് ബോറോൺ. അതിന് അണുവികിരണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ, കൊല്ലം, ആലപ്പുഴ, ആറാട്ടുപുഴ തീരത്തുള്ള കരിമണ്ണിൽ ഒരുപാട് ധാതുക്കളുണ്ട്. തോറിയുണ്ട്, ഇൽമനേറ്റ്, മോണോസൈഡ് എന്നൊക്കെ പറയുന്നുള്ളതുപോലെ അതുള്ള ഈ ബോറോൺ മണ്ണ് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഇന്ത്യയോ പാകിസ്ഥാനോ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ചില ചിത്രങ്ങളുണ്ട്. കിരാനയുമായി തൊട്ടുകിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒക്കെ പാകിസ്ഥാൻ ഒഴിപ്പിക്കുന്നു. ആളുകളൊക്കെ വീടുകളൊക്കെ ശൂന്യമായി കിടക്കും, പ്രേതഭവനങ്ങൾ പോലെ ആരുമില്ലാത്ത വീടുകൾ കിടക്കുന്നു. എന്നിട്ട് പാകിസ്ഥാനികൾ തന്നെ ചോദിക്കുന്നു, ഞങ്ങളെ എന്തിനാണ് ഇവിടുന്ന് മാറ്റുന്നത്, ഞങ്ങളെല്ലാം ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ എന്തിനാണ് സർക്കാർ പറയുന്നത് എന്ന് ചോദിക്കുന്നു. അതിൻ്റെ വീഡിയോസ് ഇന്നലെ മുതൽ വരുന്നുണ്ട്. അതുകൂടാതെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു, കിരാന ഹിൽസിൽ ഈ പറയുന്ന പർട്ടിക്കുലർ സ്പേസിൽ ഒരു ഇന്ത്യൻ ഡ്രോൺ, ബ്രഹ്മോസ് എന്നവർ പറയുന്നില്ല, ഒരു ഇന്ത്യൻ ഡ്രോൺ വന്നു വീണു എന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു വെക്കുമ്പോൾ പാകിസ്ഥാനിലെ കിരാന ഹിൽസിന് സമീപം ഉണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ രഹസ്യ ആണവ ആയുധ സംഭരണ കേന്ദ്രം തകർന്നു. അതിൻ്റെ വാതിൽക്കൽ വന്ന് ഇന്ത്യ സ്ഫോടനം നടത്തി. ആ കേന്ദ്രം തകർക്കാൻ ഇന്ത്യ ഉദ്ദേശിച്ചോ എന്ന് വ്യക്തമല്ല, കാരണം അത് വലിയ അപകടം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ എൻട്രൻസ് തകർക്കുക എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് അതിൻ്റെ മണ്ടയ്ക്ക് വീണാൽ ഇത് പിന്നീട് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറും. ഏതായാലും അണുവികിരണം ആ പ്രദേശത്ത് വ്യാപകമായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. ഇത് പറയുമ്പോൾ ഇപ്പോൾ സിനിമയിൽ ഒരു സംശയം ചോദിക്കാം. നമ്മുടെ എയർ മാർഷൽ AK ഭാരതി, ഭാരതിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ഭാരതി പറഞ്ഞത്, ഭാരതി അത് നിഷേധിച്ചു എന്ന തരത്തിലാണ് വാർത്ത വന്നത്. അല്ല, ഭാരതി നിഷേധിച്ചല്ല, ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ ഉണ്ടോ? അതെ, അതിൻ്റെ ടോൺ ശ്രദ്ധിക്കണമായിരുന്നു. അതിപ്പോൾ വലിയ സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ലോകത്തെമ്പാടും വലിയ ചർച്ചയാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസ് സൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹം അവതരിപ്പിച്ച രീതി അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പാകിസ്ഥാൻ്റെ ആണവ സംഭരണ കേന്ദ്രം ഇന്ത്യ തകർത്തോ എന്ന് ചോദിക്കുമ്പോൾ, കിരാന ഹിൽസോ, അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അയ്യോ, ഞങ്ങൾക്കറിയാൻ മേലായിരുന്നല്ലോ, പുതിയ ഇൻഫർമേഷൻ ആണല്ലോ എന്നൊക്കെ പുള്ളി ഒരു പരിഹാസ രൂപത്തിൽ അല്ലെങ്കിൽ ആണ് അവതരിപ്പിച്ചത്. അതായത് പുള്ളി നോ നെവർ എന്നല്ല പറഞ്ഞ, വളരെ ബോൾഡായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്താണ് പറയേണ്ടത്. ഉണ്ടോ, അയ്യോ അറിഞ്ഞില്ലല്ലോ, ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ഉത്തരവുണ്ട്. മാത്രമല്ല കൂടുതൽ സൈനിക മേധാവികൾ ഇന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ ആ ചിരിയും ആ ശരീരഭാഷയും സംസാരത്തിൻ്റെ ടോണും വെച്ചിട്ട് പ്രതിരോധ സൈറ്റുകൾ പറയുന്നത് ഇന്ത്യ കൺഫേം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അതൊരു പ്രഹേളിയായിട്ട് കിടക്കും. കാരണം ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് മര്യാദയല്ല, അന്താരാഷ്ട്ര മര്യാദകൾക്ക്, നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നൊരു ധാരണ പൊതുവിലുണ്ട്. അതുകൊണ്ട് അത്തരം ആക്രമിച്ചാൽ ആരും പറയാറുമില്ല. എന്നാൽ ഇസ്രയേലൊക്കെ ഒരുപാട് തവണ ആക്രമിച്ചിട്ടുണ്ട്. ഫർദോയും നദാൻസും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ സെൻട്രിഫ്യൂജുകൾ തകർത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഇസ്രയേൽ ക്ലെയിം ചെയ്തിട്ടില്ല. ഇറാനാണ് പറയുന്നത് ഞങ്ങളുടെ തകർത്തതിൻ്റെ പിന്നിൽ ഇസ്രയേലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യല്ല, എനിക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ പോലും പറയാം, ഈ ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണം ഉണ്ടല്ലോ, ഒരു മാസത്തിന് ശേഷം തിരിച്ചടി നടത്തി. അന്ന് അവരുടെ ഒരു മിലിറ്ററി ബേസിലുണ്ടായിരുന്ന പ്രാക്ചിൻ എന്ന് പറഞ്ഞ ഒരു കേന്ദ്രം തകർത്തു. അത് ആണവ കേന്ദ്രമായിരുന്നു. ഒരിക്കലും അവർ വെളിപ്പെടുത്താതിരുന്ന രഹസ്യ ആണവ പരീക്ഷണ കേന്ദ്രം തകർത്തിരുന്നു എന്ന് വാർത്ത വന്നിരുന്നു. ഇറാനും പറഞ്ഞില്ല, ഇസ്രയേലും പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇതാണ് പൊതുവിലുള്ള സ്ഥിതി. അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോകൾ പറയുന്നത്
പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങളുടെ സംഭരണ കേന്ദ്രം തകർക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് റേഡിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ഈ കിരാന ഹിൽസിൻ്റെ പരിസരത്ത് നിന്ന് വലിയ തോതിൽ ജനങ്ങളെ ഇവാക്വേറ്റ് ചെയ്യുന്നത്, ഒഴിപ്പിക്കുന്നത് എന്തിനാണ്? ഇത് ചോദിക്കുന്നത് പാകിസ്ഥാനികൾ തന്നെയാണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നെ എന്തിനാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നത്? ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറയുന്നില്ലേ? ആ വിഷ്വൽസ് കാണാം. വലിയ കോൺക്രീറ്റ് വീടുകളൊക്കെയാണ്, ഗ്രാമങ്ങളോ ചേരികളോ ഒന്നുമല്ല, നഗരമാണ്. ഇടത്തരം നഗരമാണ് അതിനോട് ചേർന്നുള്ളത്. അവിടെ നിന്ന് വലിയ തോതിൽ ആളുകളെ ഒഴിപ്പിക്കുന്നു. പിന്നെ ഡോൺ പത്രം, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പത്രമാണ് ഡോൺ പത്രം പറയുന്നു അവിടെ കിരാന ഹിൽസിൽ ഇന്ത്യൻ ഡ്രോൺ വീണിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിത് നിഷേധിക്കാൻ ഇനിയും വേണം. ഇന്ത്യക്ക് ഔദ്യോഗികമായി അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇന്ത്യ അങ്ങനെ പറയത്തുള്ളൂ, പാകിസ്ഥാനും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് പ്രഹേളിയായി കിടക്കും. പക്ഷേ ഇതിന് ഒരുപാട് കോൺസ്പിറസി തിയറികൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഇല്യൂമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെ ചില തിയറികൾ ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ അവസാനം പറയാം. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യം, ഈ കിരാന ഹിൽസിനെ കുറിച്ചൊന്ന് പറയാം. നമ്മൾ കേട്ടിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ആദ്യത്തെ ആണവ കേന്ദ്രം കഹൂട്ടയായിരുന്നു. കഹൂട്ട റിയാക്ടർ ഇവർ ഉണ്ടാക്കുന്ന സമയത്ത് ഇസ്രായേൽ നമ്മളോട് പറഞ്ഞിരുന്നു, അവൻ്റെ ഈ കഹൂട്ട ഞങ്ങൾ അടിച്ചു കളയാം, ഞങ്ങൾ വന്ന് തകർത്തേക്കാം, ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് വിമാനത്തിന് ഇന്ധനം നിറച്ച് തന്നാൽ മതി എന്ന് ഇന്ത്യ സർക്കാരിനോട് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു മൊറാർജി ദേശായി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി എന്ന് തോന്നുന്നു. ഇന്ത്യ ഗവൺമെൻറ് അനുവാദം കൊടുത്തില്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണ സംരംഭം അതിൻ്റെ തുടക്കത്തിലെ ഭ്രൂണഹത്യ ചെയ്യുന്നത് പോലെ ഇല്ലാതാവുമായിരുന്നു ഇസ്രായേൽ. പക്ഷേ ഇസ്രായേൽ ചെയ്യാം, ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞിട്ടും ഇന്ത്യ തയ്യാറായില്ല. അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ കഹൂട്ടയും ചഗായ് ഹിൽസ് ഓർക്കണം, ഈ പറയുന്ന കിരാന ഹിൽസിലെ സർഗോദയിലെ എയർബേസിനോട് ചേർന്നുള്ള കിരാന ഹിൽസിൽ സ്ഫോടനം നടന്ന ഉടൻ 2 ഭൂകമ്പങ്ങൾ നടന്നതായി ലോകത്തെമ്പാടുമുള്ള സിസ്മോഗ്രാഫുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചഗായ് ഹിൽസിൽ ആദ്യം 5.7 പിന്നെ 4.4 2 ഭൂകമ്പങ്ങളുണ്ടായി. 2 ഭൂകമ്പങ്ങൾ 1 മണിക്കൂറിൽ തുടർച്ചയായി ഒരു സ്ഥലത്ത് സാധാരണഗതിയിൽ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതെന്തെങ്കിലും സ്ഫോടനം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. അതും ലോകത്തിൻ്റെ മുന്നിൽ തെളിവായിട്ടുണ്ട്. അതൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അമേരിക്കയുടെ വിമാനം HAH-75 ഈ അമേരിക്കൻ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർക്രാഫ്റ്റ് പറക്കുന്നത് ഫ്ലൈറ്റ് റഡാർ 24 എന്നുള്ള ട്രാക്കർ വെച്ച ആളുകൾ കണ്ടുപിടിച്ചു. അതിൻ്റെ നമ്പർ നോക്കിയിട്ടാണ് ഇത് ആണവ വികിരണ ചോർച്ച ഉണ്ടാകുമ്പോൾ അടിയന്തര സഹായം കൊടുക്കാനും പരീക്ഷണങ്ങൾ നടത്താനും വേണ്ടിയിട്ട് അമേരിക്ക നൽകിയിട്ടുള്ള വിമാനമാണ്. അത് ആ മേഖലയിൽ പറക്കുന്നതും കൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഈ കഥയല്ല, ഇത് സ്ഥിരീകരിക്കപ്പെടുകയാണ് വീണ്ടും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഞാൻ പറഞ്ഞ ഒഴിപ്പിക്കലും ഡോൺ പത്രത്തിലെ വാർത്തയും. നമുക്ക് നോക്കാം ഇത് എവിടെയാണ് ഈ കിരാന ഹിൽസിൻ്റെ കുറച്ച് പ്രത്യേകതകളോട് ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഈ ബ്ലാക്ക് മൗണ്ടൻസ് എന്നൊരു വിളിപ്പേരുണ്ട് കിരാന ഹിൽസിന്. കാരണം ഈ ബ്രൗൺ നിറത്തിലുള്ള കടും കാപ്പിപ്പൊടി കളർ നിറത്തിലുള്ള മലകളും മണ്ണും നിറഞ്ഞ പ്രദേശമാണ് കിരാന. അത് പഞ്ചാബ് സംസ്ഥാനത്താണ്. നേരത്തെ പറഞ്ഞ സർഗോദ മിലിറ്ററി ബേസ് ഇരിക്കുന്ന സർഗോദ ഒരു ജില്ലയാണ് പാകിസ്ഥാനിലെ. സർഗോദ ജില്ലയിലാണ്. ഇതിന് ഈ മലനിരക്ക് 80 കിലോമീറ്റർ നീളമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഇവിടെ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. കാരണം അവിടെ കൊടും വരവൊക്കെ ഉണ്ട്. പക്ഷേ ഈ മലനിരകളിൽ യുറേനിയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനുവേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതൽ തന്നെ യുറേനിയം കണ്ടെത്താനുള്ള മൈനിങ് അവിടെ നടന്നിരുന്നു. അത് അത്ര ഫലപ്രദമായോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും പാകിസ്ഥാൻ ജനിച്ചതിന് ശേഷം പാകിസ്ഥാൻ ആ മൈനിങ് പ്രവർത്തനങ്ങൾ അവിടെ തുടർന്നിട്ടുണ്ട്. യുറേനിയം അവിടെ ഉണ്ട് എന്ന് പറയാം. അവിടെ യുറേനിയം വൻതോതിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ലോകം ഭരിക്കും. കാരണം യുറേനിയമാണ് ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന, ലോകത്തെ മുഴുവൻ ഭരിക്കാൻ ഒരു രാജ്യത്തെ സഹായിക്കുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് യുറേനിയമാണ്. തൊട്ടുതാഴെയാണ് പ്ലൂട്ടോണിയം ഒക്കെ ഉള്ളത്. സ്വർണവും പ്ലാറ്റിനവും ഒന്നുമല്ല. യുറേനിയം കൈവശമുള്ളവന് അത് എൻറിച്ച് ചെയ്ത് ശുദ്ധീകരിച്ച് ഒരു 90% വരെ എത്തിക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ അവൻ്റെ ആയുധശാല നിറയെ ആണവായുധങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ കിരാന മലനിരകളിൽ യുറേനിയം ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് സംശയം ബ്രിട്ടീഷുകാരുടെ കാലം മുതലുണ്ടായിരുന്നു. ഇപ്പോൾ 1970 ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ യുറേനിയം ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് തന്നെ പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് ഇതങ്ങ് ഏറ്റെടുത്തു. കിരാന ഹിൽസ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പിന് കീഴിലാണ്. അതുകൊണ്ടാണ് അവിടെ കൊണ്ട് സർഗോദ എയർബേസ് സൈനിക താവളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ അവിടെ മുഷാഫ് എയർബേസ് എന്ന് പറഞ്ഞൊരു എയർബേസ് ചേർന്നുണ്ട്. ആ എയർബേസിൻ്റെ പ്രത്യേകത അവിടെയാണ് പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ അവരുടെ അമേരിക്ക കൊടുത്ത F-16 ചൈനീസ്
വിമാനങ്ങളായ JF-17 പിന്നെ ഒരു റഡാർ സ്റ്റേഷനൊക്കെ വെച്ചിരിക്കുന്നത് അവിടെയാണ്, ഈ മുഷാഫ് എയർബേസിലാണ്. അപ്പോൾ 78-79 കാലമൊക്കെ ആയപ്പോഴത്തേക്ക് പാകിസ്ഥാൻ ആണവായുധം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം പാകിസ്ഥാന് വന്നു. അതിൻ്റെ എന്ന നിലയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള കിരാന ഹിൽസിലാണ്. പിന്നീട് 2023 പ്രസിദ്ധീകരിച്ച ആറ്റമിക് സയൻസ് ബുള്ളറ്റിൻ പറയുന്നത് പാകിസ്ഥാൻ വളരെ സബ് ക്രിട്ടിക്കലായിട്ടുള്ള ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടത്താനുള്ള, നമ്മുടെ രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ, താർ മരുഭൂമിയിലെ പൊക്രാനിൽ നമ്മൾ ആണവ പരീക്ഷണം നടത്തി എന്നതുപോലെ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പാകിസ്ഥാൻ വിസ്ഫോടനം അവർ ശരിക്കും നടത്തുന്നതിന് മുമ്പുള്ള ട്രയൽ എന്ന നിലയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ഇവിടെയാണ്. അത് 83 മുതൽ 90 വരെ ഈ കിരാനയിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ആറ്റമിക് സയൻറ്റിസ്റ്റ് ബുള്ളറ്റിനിൽ പറയുന്നത്. ഇനി അവിടെ ഒരു വലിയ തോതിൽ മുനീഷ്യൻ സ്റ്റോറേജ് ഉണ്ട്, എന്ന് വെച്ചാൽ ആയുധ സംഭരണം ഉണ്ട് അവിടെ കിരാന ഹിൽസിൽ. പിന്നെ ടെൽ എന്ന് പറയും, ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചർ, അതവിടെയുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് 10 ഭൂഗർഭ അറകൾ അതിശക്തമായി നിർമ്മിച്ച ഭൂമിക്കടിയിലുള്ള 10 ബങ്കറുകൾ ഏറ്റവും ആയുധം സൂക്ഷിക്കാനാണ്. ആയുധം എന്ന് പറയുന്നത് ഇപ്പോഴാണ് അത് ന്യൂക്ലിയർ വെപ്പണാണെന്ന് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ചഗായിയെക്കുറിച്ചും കഹൂട്ടയെക്കുറിച്ചും മാത്രമേ പാകിസ്ഥാൻ്റെ ആണവ സംഭരണ കേന്ദ്രങ്ങളായി പൊതുവിൽ അറിയപ്പെട്ടിരുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് കഹൂട്ടയും ചഗായും മാത്രമായിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ലോകം കിരാന ഹിൽസ് പാകിസ്ഥാൻ ആണവായുധങ്ങൾ ശേഖരിച്ചു വെക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. മുമ്പ് അവിടെ ചില സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ട് അമേരിക്ക എടുത്തുകൊണ്ട് പോയി എന്നൊരു സംഭവമുണ്ട്. എന്തൊക്കെ ചില കഥകളുണ്ട്, കഥകൾ ഒരുപാടുണ്ട് കിരാനയെക്കുറിച്ച്. ഇപ്പോൾ മിസൈൽ ലോഞ്ചറുകൾ പാർക്ക് ചെയ്യുന്ന ട്രക്കുകളിൽ അവിടെ പാർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങൾ ഘടിപ്പിക്കാവുന്ന മിസൈലുകൾ ഷഹീൻ ഗഹൂറിയൊക്കെയാണ്. ഈ മിസൈലുകളുടെ ഒരു ബേസ് സ്റ്റേഷനും കിരാന ഹിൽസിനോട് ചേർന്നുള്ള ഈ എയർബേസാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആണവ പോർമുന ഘടിപ്പിക്കാൻ പറ്റുന്ന ഷഹീനും ഗഹൂറിയും അവിടെ കൊണ്ടുവെക്കണമെങ്കിൽ അതിനടുത്ത് തന്നെ എന്തുണ്ടാവണം? ആണവ പോർമുന ഉണ്ടാവണം. ഏതായാലും 10 നേരത്തെ പറഞ്ഞ 10 ഭൂഗർഭ അറകൾ ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് സ്പെഷ്യൽ വർക്കേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ മിലിറ്ററിയുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന പോലെ പാകിസ്ഥാൻ്റെ ഏജൻസിയാണ്, അവരാണ് നിർമ്മിച്ചതെന്നൊക്കെ പറയുന്നു. ഇങ്ങനെയാണ് ഈ കിരാനയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു രഹസ്യ കേന്ദ്രമാണ്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 170 കിലോമീറ്ററാണ് കിരാനിലേക്കുള്ള ദൂരം. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാർ അംഗീകരിച്ചിട്ടില്ല, പാകിസ്ഥാനും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും പാകിസ്ഥാനിലെ ഡോൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്ത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പാകിസ്ഥാനിൻ്റെ ആണവ ശേഷിക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. കിരാനയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അണുവികിരണം മാത്രമല്ല, പുതിയ വിവാദങ്ങളുമാണ്. പാകിസ്ഥാൻ്റെ നിലവിളി കൂടിയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മറ്റൊരു ആണവായുധത്തെ അവരുടെ ആണവ സംഭരണ ശേഷിയെ ആക്രമിക്കുകയും 3 ദിവസത്തിനുള്ളിൽ അവരെ കൊണ്ട് അടിയറ പറയിപ്പിച്ച് വെടിനിർത്തലിന് അപേക്ഷിപ്പിക്കുകയും ചെയ്ത രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്റ്റേച്ചർ വല്ലാതെ മാറിയിരിക്കുന്നതാണ് സത്യം. അപ്പോൾ വല്ലാത്ത മാത്രമല്ല, ഇതിനകത്ത് ഈ കോൺസ്പിറസി തിയറി, ഇല്യൂമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെ തിയറികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അത് വേറൊരു തിയറി ഇപ്പോൾ പറയുന്നത്, അവിടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് പാകിസ്ഥാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കിയിട്ടില്ല, ഒരു തിയറിയാണ്. പകരം പാകിസ്ഥാന് അമേരിക്ക കൊടുത്തു 1-2 ആണവ ആയുധങ്ങൾ. ചെറിയ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആണവ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക കൊടുത്തതാണ് ഒരു തിയറി. കാരണം അവർക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമല്ലാതിരുന്ന ഒരു കാലമുണ്ട് അമേരിക്കയ്ക്ക്. ഓർക്കുന്നില്ലേ, 1971 യുദ്ധത്തിൽ നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നായപ്പോഴത്തേക്ക് അമേരിക്കൻ 7th ഫ്ലീറ്റ് നമുക്ക് നേരെ പാഞ്ഞു വന്നിരുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ കപ്പൽപ്പട വന്നപ്പോഴാണ് അവർ മടങ്ങിപ്പോയത്. അപ്പോൾ അമേരിക്ക പരസ്യമായി പാകിസ്ഥാനെ പിന്തുണച്ചിരുന്ന ഒരു കാലം, ഒരുപാട് കാലം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ട്രംപൊക്കെ വന്നപ്പോഴാണ് അല്പമെങ്കിലും ഒരു മമത ഇന്ത്യയോട് വന്നത്. അതിനു മുമ്പ് റീഗൻ്റെ കാലത്തും ബൈഡൻ്റെ കാലത്തും ബുഷിൻ്റെ കാലത്തും ഒബാമയുടെ കാലത്തും ഒക്കെ അമേരിക്കയുടെ മാനസപുത്രനായിരുന്നു പാകിസ്ഥാൻ. അതുകൊണ്ട് ഇന്ത്യ ഇവിടെ ആണവശേഷിയുള്ള രാജ്യമായി നിൽക്കുന്നു, അപ്പുറത്ത് ചൈന നിൽക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ അലൈ പാകിസ്ഥാനായിരുന്നു അമേരിക്കയുടെ ഏറ്റവും നല്ല സഖ്യകക്ഷി. ഇന്ത്യക്ക് പരമ്പരാഗതമായി റഷ്യയോടും സോവിയറ്റ് യൂണിയനോടുള്ള ഒരു അടുപ്പം, ഇതെല്ലാം കൊണ്ട് പാകിസ്ഥാനെ അമേരിക്ക സഹായിച്ചിട്ടുണ്ട്. അമേരിക്ക കൊടുത്തിരിക്കുന്ന ആണവായുധങ്ങളാണ്
പാകിസ്ഥാൻ്റെ കയ്യിലുള്ളതെന്നൊരു വിശ്വാസം ഉണ്ട്. ഇപ്പോൾ JD വാൻസ് അടുത്ത കാലത്ത് പറഞ്ഞു, അതായത് ഈ കണക്കിന് പോയാൽ ബ്രിട്ടൻ ലോകത്ത് ആണവശേഷി കൈവരിക്കുന്ന ആദ്യത്തെ രാജ്യമായി മാറും എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ മുമ്പ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ അന്തപ്പെട്ടെ ബ്രിട്ടൻ മുസ്ലിം രാജ്യമല്ല, പക്ഷെ മുസ്ലിം രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കണക്ക് കൂട്ടിയിട്ടാണ് JD വാൻസ് പറഞ്ഞത്, ഇക്കണക്കിന് പോയാൽ UK അവർക്ക് ആണവായുധമുണ്ട്, ആണവശേഷിയുള്ള ആദ്യത്തെ മുസ്ലിം രാജ്യമായി മാറും എന്ന് JD വാൻസ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആണവശേഷി പാകിസ്ഥാനുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാൻ മേലാഞ്ഞിട്ടാണോ? അല്ല, അദ്ദേഹത്തിന് അറിയാമായിരിക്കും അവർക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ ആണവശേഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പിച്ചയാണെന്നുള്ള ഒരു തോന്നലുണ്ടാവാം. ഒന്നത്. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഈ കിരാന ഹിൽസിൽ പെട്ടെന്നൊരു സ്ഫോടനമോ എന്തോ സംഭവം റേഡിയേഷൻ ചോർച്ച ഉണ്ടായെന്നറിഞ്ഞപ്പോൾ ആഞ്ഞു പിടിച്ച് പാഞ്ഞു പറിച്ച് അമേരിക്ക വരുന്നത് എന്തിനാ? അവിടെ ഇരിക്കുന്ന സാധനം അമേരിക്കയുടേതായതുകൊണ്ടാണോ? ചോദ്യങ്ങൾ അങ്ങനെ ഒത്തിരിയുണ്ട്. ഒരുപാട് കോൺസ്പിറസി തിയറികൾ വരുന്നു. എന്നെങ്കിലും ഒരു കാലത്ത് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം വരുമായിരിക്കും. പക്ഷേ ഒരു കാര്യം സത്യമാണ്, കിരാനയിൽ നിന്ന് പാകിസ്ഥാൻ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഉണ്ട്, ആ വീഡിയോ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.